ഹായ് എവ്രി വൺ, വെൽക്കം ടു അണ്ടർ ബി ലെൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണലൈസ്ഡ് ലേണിംഗിന്റെ പിന്നിലെ സയൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ ഒരു 40 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരേ സിലബസ് ആണ്, ഒരേ ക്ലാസ് റൂം ആണ്, ആ സബ്ജക്റ്റിന് ഒരേ ടീച്ചറാണ്. പക്ഷെ മാർക്ക് സെയിം ആണോ? അല്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഓരോ കുട്ടിയുടെയും പഠിക്കുന്ന രീതി ഡിഫറെന്റ് ആണ്, അതായത് ലേണിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. ഓരോ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ യുണീക്ക് ആണ്. അപ്പൊ ആ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ലേണിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് മെത്തേഡ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത്? ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടിയുടെയും ലേണിംഗ് സ്റ്റൈല് യുണീക്ക് ആണ്, ഡിഫറെന്റ് ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് വിഷ്വൽ ലേണേഴ്സ് ആണ്, കണ്ടിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവര്. പിന്നെ കേട്ട് പഠിക്കുന്നവര്, അതായത് ഓഡിറ്ററി ലേണേഴ്സ്. മൂന്നാമത് കൈനസ്തെറ്റിക് ലേണേഴ്സ്, അതായത് തൊട്ടും അറിഞ്ഞും എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ട് പഠിക്കുന്ന കുട്ടികളാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ്. ചില കുട്ടികൾ വായിച്ചും പഠിക്കും. അപ്പൊ ഈ ഓരോ രീതിക്ക് അനുസരിച്ച് അവരുടെ ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ അവർ പഠിക്കുന്ന മെത്തേഡ് മാറ്റണം. ഇപ്പൊ കണ്ടു പഠിക്കാനുള്ള ഒരു ഇഷ്ടമുള്ള ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ വായിച്ച് പഠിക്കും മോനെ അല്ലെങ്കിൽ വായിച്ച് പഠിക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ കുട്ടിക്ക് ചിലപ്പോൾ വീഡിയോസ് കണ്ടിട്ട്, ഇമേജസ് കണ്ടിട്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഇമേജസ് ഒക്കെ നോക്കി ലേബിൾ ചെയ്തൊക്കെ നോക്കി പഠിക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. ആ കുട്ടീനെ കൊണ്ട് വായിച്ച് പഠിച്ചാൽ ആ കുട്ടിയുടെ പ്രോഗ്രസ് വളരെ സ്ലോ ആയിരിക്കും. ഈ കണ്ടുപഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ആ രീതിയിൽ അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ ടീച്ചിങ് സ്റ്റൈലോ ആ കുട്ടി പഠിക്കുന്ന സമയത്ത് ഏതാണോ തന്റെ ലേണിംഗ് സ്റ്റൈൽ എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു പ്രോഗ്രസ് ഉണ്ടല്ലോ, അത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് ഇവർക്ക് പ്രോഗ്രസ് കാണാൻ പറ്റും. പക്ഷേ രീതി മാറുന്ന സമയത്ത്, അതായത് ലേണിംഗ് സ്റ്റൈലിനനുസരിച്ചുള്ള ഒരു പഠന രീതി അല്ല അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈൽ അല്ല ആ കുട്ടിക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രോഗ്രസ് വളരെ പതുക്കെയായിരിക്കും. എന്താണ് റൈറ്റ് ലെവൽ ഓഫ് ലേണിംഗ്? ഓരോ കുട്ടിയും ഡിഫറെന്റ് ആന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ സ്കിൽസ് അതുപോലെ അക്കാദമിക് ലെവൽ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ചില കുട്ടികൾ ഭയങ്കര ഹൈ പെർഫോമേഴ്സ് ആയിരിക്കും, ചില കുട്ടികൾക്ക് കുറച്ച് സ്ലോ ആയിട്ടേ പഠിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ, ചില കുട്ടികൾ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും, ചില കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ഇല്ലാത്തത് കാരണം സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഓരോ കുട്ടിക്കും ആ കുട്ടിക്ക് വേണ്ടത് എന്താണോ, എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് അത് ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള പഠന രീതിയും അതുപോലെ ടീച്ചിങ് സ്റ്റൈലുമാണ് ആ കുട്ടിക്ക് കിട്ടേണ്ടത്. എന്താണ് റൈറ്റ് ലെവൽ എന്ന് പറയുന്നത്? ആ കുട്ടിയുടെ ലെവലിനനുസരിച്ച് ആ കുട്ടിക്ക് ഒരുപാട് ഈസി ആയി പോവാത്ത എന്നാൽ ഒരുപാട് ഡിഫിക്കൾട്ട് അല്ലാത്ത രീതിയിലുള്ള ലെസൺസ് വേണം ആ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് ഈസി ആവുന്ന സമയത്ത് അത് ഒട്ടും ചലഞ്ചിങ് അല്ല, മോട്ടിവേറ്റിംഗ് അല്ല. പക്ഷേ ടഫ് ആവുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലെവലാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ആ കുട്ടിയുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. കാരണം ആ കുട്ടിക്ക് അത് ആ ഒരു ലെവലിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിരന്തരമായിട്ട് വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ഓക്കെ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്നുള്ള ലെവലിലേക്ക് എത്തും. അപ്പൊ ആ കുട്ടിയുടെ ലെവൽ എന്താണോ ആ ഒരു റൈറ്റ് ലെവൽ ആയിട്ട് നമ്മൾ ലെസൺസ് ആ കുട്ടിക്ക് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് പേഴ്സണലൈസ്ഡ് ലേണിംഗിന്റെ ബെനിഫിറ്റ്? നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് ആ കുട്ടിയുടെ ആ പഠിക്കുന്ന രീതി അഡാപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടീച്ചറുടെ ആ ടീച്ചിങ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വളരെ പെട്ടെന്ന് നമുക്ക് പ്രോഗ്രസ് കാണാൻ പറ്റും. കാരണം ചെയ്തു പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് മനസ്സിലാവും, പക്ഷെ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും. പക്ഷെ ചെയ്ത് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സ്പെരിമെന്റ്സ് കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും, ഒരു പാരന്റിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഒരു 1-to-1 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂഷൻ ആണെങ്കിൽ ആ ഒരു ടീച്ചർക്ക് അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ രീതിയിൽ നമ്മൾ ആ ഒരു ടീച്ചിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന ആ ഒരു രീതി നമ്മൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ പ്രോഗ്രസ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളെ അക്കാദമിക് സക്സസിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ് ആ കുട്ടിക്ക് ഉണ്ടാവും. നമ്മൾ പഠിക്കുന്നത് ജസ്റ്റ് ആ ഒരു ആൻസർ ഷീറ്റിൽ നല്ലൊരു മാർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തിനപ്പുറത്തേക്ക് ആ ഒരു പ്രോസസ് ഓഫ് ലേണിംഗ് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ഈ ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗിലൂടെ കഴിയും. താങ്ക് യു.